ഹലോ എവരിവൺ. ഇതൊരു ചെറിയ സ്റ്റോറിയാണ്, പക്ഷെ എല്ലാവരും ഇത് കേട്ടിരിക്കണം. പ്രത്യേകിച്ച് ഒരു 20 വയസ്സിന് മുകളിലുള്ള ഹസ്ബൻഡും വൈഫ് ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പിയിൽ ഒരു പേഷ്യൻ്റ് വരികയുണ്ടായി. അവർ ഹസ്ബൻഡും വൈഫാണ് വന്നത്. അപ്പോൾ അവർക്ക് 20ാമത്തെ ആഴ്ചയിൽ സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ചെറിയൊരു പ്രശ്നം കണ്ടു. അപ്പോൾ അവർ അബോർഷനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒപ്പിയിൽ വന്നത്. പക്ഷേ ഒപ്പിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, അൾട്രാസൗണ്ട് സ്കാൻ കണ്ടു. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് കൺജനിറ്റൽ ടാലിപ്പസ് ഇക്വിനോവാരസ് അല്ലെങ്കിൽ ക്ലബ് ഫുട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രശ്നമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പേരൻസിന് അറിയേണ്ടത്, അതായത് ഈ ഹസ്ബൻഡിനും വൈഫിനും അറിയേണ്ടത്, ഈ കൺജനൈറ്റൽ ടാലിപ്പസ് ഇക്വിനോവാരസ് എന്നുള്ളത് നമ്മുടെ കാല് ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ, ജനിക്കുമ്പോൾ തന്നെ വളഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ വളവുമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്താവും, ഭാവി എന്താവും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അതെയോ ഇപ്പോഴും അബോർഷൻ ചെയ്ത് കളയണോ എന്നറിയാൻ വേണ്ടിയാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺജനിറ്റൽ ടാലിപ്പസ് ഇക്വിനോവാരസ് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം പാദം ഇങ്ങനെ വളഞ്ഞിരിക്കുമെങ്കിൽ പോലും ജനിച്ചതിന് ശേഷം 10ാമത്തെ ദിവസം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൺസെറ്റി മെത്തേഡാണ് സാധാരണ നമ്മൾ ഫോളോ ചെയ്യാറ്. അതായത് ഒരു സീരീസ് ഓഫ് പ്ലാസ്റ്റർ ഇടുകയും അതിനുശേഷം ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ ടീനോട്ടമി എന്ന് പറയുന്ന ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ പൂർണ്ണമായിട്ടും ഇത് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ അത് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെൽറ്റ് ഇടും ഒരു 3 വയസ്സ് 4 വയസ്സ് വരെ. പക്ഷെ അതിനുശേഷം ആ കുഞ്ഞിൻ്റെ വളർച്ചയിലോ നടപ്പിലോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല. അപ്പോൾ പിന്നെയും നമ്മൾ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അനോമലി സ്കാനൊക്കെ ചെയ്യുമ്പോൾ കൺജനിറ്റൽ ടാലിപ്പസ് ഇക്വിനോവാരസ് അല്ലെങ്കിൽ ക്ലബ് ഫുട്ട് കണ്ടുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. ഇതൊരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ ആ ഹസ്ബൻഡ് വൈഫ് ചെയ്തത് ഒരു കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. കാരണം അവർ വേഗം വന്ന് ഒരു ഓർത്തോപെഡീഷനെ കണ്ടു. അപ്പോൾ അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഈ അനുഭവം വരികയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു.